അറിഞ്ഞില്ലേ, വീട്ടിൽ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമായി കഴിഞ്ഞു. അതിൻ്റെ സർക്കാർ ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞു. പക്ഷേ ഈ സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങുന്നതിന് മുന്നേ വലതുപക്ഷ ഹാൻഡിലുകൾ പ്രചരിപ്പിച്ച മറ്റൊരു സംഗതി ഉണ്ടായിരുന്നു. വീട്ടിലേക്ക് പെൻഷൻ എത്തിച്ചുകൊണ്ടിരുന്നത് വീട്ടിൽ കൊണ്ടുവരുന്ന ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് അതിൽ നിന്ന് കമ്മീഷൻ പറ്റാൻ വേണ്ടിയായിരുന്നു എന്ന്. ഇത് പ്രചരിപ്പിക്കുന്നതിന് മുന്നേ ആ പ്രചരിപ്പിക്കുന്നവർ അവരുടെ വീട്ടുകാരോട് ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതിയായിരുന്നു, നിങ്ങൾ പെൻഷൻ അപേക്ഷ കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന്. പെൻഷനുള്ള അപേക്ഷാ ഫോറത്തിൽ തന്നെ കൃത്യമായിട്ട് ഓപ്ഷൻ ചോദിക്കുന്നുണ്ട് ഓരോ അപേക്ഷകരോടും. വിതരണത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന രീതി, അതിൽ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് വേണോ അതല്ല ഡയറക്റ്റ് ഹോം ത്രൂ കോപ്പറേറ്റീവ് ബാങ്ക്സ് വേണോ എന്ന്. അതുകൊണ്ട് ആ പ്രചാരണ വേല നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ. അത് ജനങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇനി ശരിയായ വസ്തുതയിലേക്ക് നമുക്ക് വരാം. ഇത് നിർത്തലാക്കാനുള്ള കാരണം കൃത്യമായും വ്യക്തമായും വടിവത്ത ഭാഷയിൽ ആ ഉത്തരവിലുണ്ട്. പല കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ മെയിൻ ഐറ്റം ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംബന്ധിച്ച കേന്ദ്ര മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടാത്തതിനാൽ കേന്ദ്ര സർക്കാർ നൽകുന്ന സാമ്പത്തിക സഹായങ്ങൾ സംസ്ഥാന സർക്കാരിന് നഷ്ടപ്പെടുന്ന സാഹചര്യം എന്നിവ പരിഗണിച്ച് കിടപ്പ് രോഗികൾക്കും ഒഴിവാക്കാൻ സാധിക്കാത്ത ഗുണഭോക്താക്കൾക്കും ഒഴിച്ച് ബാക്കി എല്ലാ ഗുണഭോക്താക്കൾക്കും DBT സിസ്റ്റം വഴിയുള്ള പെൻഷൻ വിതരണം നിർബന്ധമാക്കണമെന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് പരാമർശപ്രകാരം കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് കത്ത് ലഭ്യമാക്കിയിരുന്നു. ഇത് പരിഗണിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീടുകളിലേക്കുള്ള പെൻഷൻ പരിപാടി നിർത്തലാക്കിയിരിക്കുന്നത്. അതിൽ മറ്റൊരു കാരണം കൂടി പറയുന്നുണ്ട്. ആധാർ അധിഷ്ഠിത പെൻഷൻ വിതരണം പൂർണ്ണമായി നടപ്പിലാക്കാത്തതിനാൽ അർഹതയില്ലാത്തവർക്കും ഒരേ വ്യക്തിക്ക് ഒന്നിലധികം തവണയും പെൻഷൻ വിതരണം ചെയ്യപ്പെടുന്ന സാഹചര്യം നിലനിൽക്കുന്നത്. എൻ്റെ പൊന്നു ചങ്ങാതിമാരെ, ഇപ്പോഴും സേവന പെൻഷൻ എന്ന പേരുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട് സർക്കാരിൻ്റെ. അതിൽ നമ്മൾ ഓരോരുത്തർക്കും പെൻഷൻ വന്നോ കിട്ടിത്തുടങ്ങിയോ ഏത് മാസം മുതലാണ് കിട്ടിത്തുടങ്ങിയതെന്നെല്ലാം അടിച്ചു നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും നമ്മൾ ആദ്യം തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ആധാർ നമ്പറാണ്. എന്നിട്ടാണ് ഇങ്ങനൊരു വർത്തമാനം. ഭരണം ഏതായാലും ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. 5 വർഷമൊക്കെ ആയിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ 3 മാസം കൊണ്ട് തന്നെ ഏകദേശം ജനങ്ങൾക്ക്